നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ആദർശിനോട് ശങ്കരൻ കഥകളൊക്കെ പറയുവാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ശങ്കരൻ പറഞ്ഞു, അതെ, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം നാഗേന്ദ്രൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം വന്നിട്ട് എന്നോട് കഥകളൊക്കെ പറഞ്ഞു എന്താ സംഭവിച്ചതെന്ന്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. ഒടുവില് നാഗേന്ദ്രനോട് പറഞ്ഞു, അതെ, ഒരിക്കൽ കൂടി അവിടേക്ക് ചെന്ന് സത്യങ്ങളൊക്കെ ഒന്ന് പറയാൻ നോക്ക്. ഇല്ല, ഞാൻ ഇനി അവിടെ ചെന്നിട്ടുണ്ട് ശരിയാകത്തില്ല. എന്നെ അടിച്ചിറക്കിയത് അവിടുന്ന്. എനിക്ക് എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ശങ്കരേട്ട. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഭാര്യയും കുഞ്ഞുങ്ങളും അവർക്ക് നിന്നെ വേണ്ടല്ലോ നാഗേന്ദ്ര. ഒന്ന് ഓർത്തു നോക്കിയേ, നിന്നോടൊപ്പം നിൽക്കേണ്ടല്ലേ അവര് കാരണമല്ലേ നീ ഈ വഴിയാധാരമായിരിക്കുന്നേ. എന്നിട്ടോ നീ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇത്രയെങ്കിലും മനസ്താവ് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിന്നോടൊപ്പം പോരേണ്ടല്ലായിരുന്നോ? അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് ഓർത്ത് നീ എന്തിനാ വിഷമിക്കണേ? അവർക്ക് വേണ്ടെങ്കിൽ നിനക്കും വേണ്ട, വിട്ടുകളയാൻ പറഞ്ഞു. എന്നാലും എനിക്കത് പറ്റുന്നില്ല ശങ്കരേട്ട. അത് കേട്ടതും ശങ്കരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ മൂർത്തി സാറിനോട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കാം. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം. സംസാരിച്ച കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. വിഷമിക്കൊന്നും വേണ്ട നാഗേന്ദ്ര. ഒത്തിരി നന്ദിയുണ്ട്, വളരെ ഉപകാരം ഉണ്ടെന്നൊക്കെ നാഗേന്ദ്രൻ പറഞ്ഞു. ഈ സമയത്ത് ആദർശ് ചോദിച്ചു, അല്ല എന്നിട്ട് എന്തായി ശങ്കരേട്ട? ശങ്കരേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ തെറ്റ് ചെയ്തത് സാറിന്റെ അപ്പച്ചിയാണ്. അവരുടെ സ്വർണത്തിനോടുള്ള ഭ്രമം അതെനിക്ക് നന്നായിട്ടറിയാം. പലപ്പോഴും ജ്വല്ലറി വന്നിട്ടുണ്ട്. ഈ പറയുന്ന സാറിന്റെ മുത്തശ്ശിയോടൊപ്പം ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്വർണം കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേണോന്ന് പറയും. അത് വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ. ഈ പറയുന്ന സാറിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവരെ അങ്ങനെയാണല്ലോ വളർത്തിയത്. എടുത്തു വളർത്തിയ നല്ല രീതിക്ക് തന്നെയാ. പക്ഷെ അവരുടെ സ്വഭാവം തലതിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവരുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ അബിക്ക് കിട്ടിയിരിക്കുന്നേ. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, ചിലപ്പോ അതായിരിക്കില്ലേ. അതെ, നാഗേന്ദ്രന്റെ സ്വഭാവമല്ല. കാരണം നാഗേന്ദ്രൻ നല്ലവനാ, അവന്റെ സ്വഭാവമല്ല ഒരിക്കലും കിട്ടിയിരിക്കുന്നേ. ആദർശ് പറഞ്ഞു, ഞാൻ കരുതിയത് നാഗേന്ദ്രന്റെ സ്വഭാവമായിരിക്കുന്നേ. അങ്ങനെയൊന്നുമല്ല. നാഗേന്ദ്രന്റെ സ്വഭാവം കിട്ടിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും അബി ഇപ്പം കമ്പനിക്ക് പുറത്തു പോയില്ലായിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ ശങ്കരനങ്ങളെ, എന്നിട്ട് എന്താ സംഭവിച്ചേ? അങ്കിള് പോയി മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ പോയതാ, പിന്നീട് ആ കഥ പറയണം. അങ്ങനെ ശങ്കരനൊടുവില് മൂർത്തി മുത്തശ്ശന്റെ അടിയിലേക്ക് ചെന്നു. മുത്തശ്ശന്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേ? നാഗേന്ദ്രൻ കമ്പനിയിലുള്ളതുകൊണ്ട് കമ്പനിക്ക് ഇപ്പൊ നല്ല കാലമാണ്, ഇഷ്ടം പോലെ ആഭരണങ്ങളൊക്കെ പണിയാൻ വരുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായില്ലേ? അപ്പോഴേക്കും ശങ്കരേട്ടൻ പറഞ്ഞു, അത് പിന്നെ മൂർത്തി സാറേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ പറയുന്ന നാഗേന്ദ്രൻ ഉണ്ടല്ലോ, വേണ്ട, അവനെ കുറിച്ചൊരു അക്ഷരം പോലും പറയണ്ട. നിർത്തിയേരെ, അവന്റെ പേര് പോലും എനിക്ക് കേൾക്കണ്ട. അല്ല, അത് പിന്നെ മൂർത്തി സാറേ, എനിക്ക് പറയാനുള്ളത്. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കരനും ഈ കമ്പനിക്ക് പുറത്തായിരിക്കും, അറിയാലോ. ഒരക്ഷരം പോലും മിണ്ടിപ്പോയേക്കില്ല. ആദർ സാറേ, എനിക്കന്ന് പറയാൻ പറ്റിയില്ല. എന്റെ മനസ്സിലൊരു കറയായിട്ട് അത് കിടക്കുവാണ്. നാഗേന്ദ്രൻ പാവമായിരുന്നുള്ള കാര്യം പറയാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ പ്രായമായതിനു ശേഷം നല്ല രീതിയിൽ തന്നെ അവിടുന്ന് റിട്ടയർ ആയത്. ഇപ്പോഴാണെങ്കിൽ ശരി, എനിക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മൂർത്തി സാർ എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എനിക്ക് വേണ്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ തരും. മൂർത്തി സാറിന് സ്വഭാവമാണ്. പക്ഷെ ഒരാളെ വെറുത്തു പോയിട്ടുണ്ടെങ്കിൽ വെറുത്തു പോയത് തന്നെയാ. നാഗേന്ദ്രന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ സംഭവിച്ചേ. കാരണം നാഗേന്ദ്രന്റെ പേര് കേൾക്കുന്ന പോലും മൂർത്തി സാറിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓരോ വർഷം ചെല്ലുന്തോറും നാഗേന്ദ്രനോടുള്ള പക കൂടി വരികയോ ചെയ്തേ. അത് മാത്രമല്ല, ഈ പറയുന്ന ജലജയോട് അവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. സ്വന്തം ഭർത്താവ് വിളിച്ചിട്ട് ഇറങ്ങിപ്പോകാത്ത തന്റെ മകളെന്നത് ചിന്തയായിരുന്നു അവർക്ക്. അതുകൊണ്ട് ജലജയെ ചേർത്ത് പിടിച്ചു. ജലജ ആരാ മോള്? അവരുടെ സ്വഭാവം അതെനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ജ്വല്ലറി വരുമ്പോഴൊക്കെ ഞാൻ അവരെ ആ ഒരു ഭാവത്തിലാണ് നോക്കിക്കൊണ്ടിരുന്നേ. എനിക്ക് അവരെന്തായതെന്നൊക്കെ നന്നായിട്ട് അറിയായിരുന്നു. അവർ ഈ പറയുന്ന മൂർത്തി സാറിനെ വസന്തരാമനെയൊക്കെ കയ്യിലെടുക്കാൻ ഓരോന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നേ. വരുമ്പോഴൊക്കെ ഓരോ ജ്വല്ലറിയുടെ പേര് പറയും. ഏതെങ്കിലും നല്ല കളക്ഷൻ വരുവാണെങ്കിൽ അതുപോലെയുള്ള ആഭരണം പണിത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. എന്നിട്ട് അതുപോലെയുള്ളത് പണിത് മേടിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിതൊക്കെ കാണുമ്പോൾ അവരോട് തോന്നുന്ന വികാരം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ആദർ സാറേ. പാവമായിരുന്നു നാഗേന്ദ്രന്. ആ ഒരു സ്ത്രീ കാരണമാണ് നാഗേന്ദ്രന്റെ ജീവിതം അങ്ങനെയായി തീർന്നേ. പക്ഷെ മൂർത്തി സാർ ഒരിക്കൽ പോലും പിന്നീട് ഈ പറയുന്ന നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിന്റെ ഒരു വിഷമം ഉണ്ട് താനും.
എന്ത് ചെയ്യാൻ പറ്റും? നാഗേന്ദ്രന് ഇത്ര ശത്രുത വരാൻ കാരണം അതാണ്. കാരണം മൂർത്തി സാറ് ഇറക്കി വിട്ടില്ലേ, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് കാര്യം പറയാനുള്ള ഒരു അവസരം പോലും കൊടുത്തില്ല. കൊടുക്കുമായിരുന്നെങ്കിൽ ഇത്രയും ദേഷ്യം ഭാഗ്യമൊന്നും കാണത്തില്ലായിരുന്നു. മൂർത്തി സാറിന്റെ വിചാരം ഞാൻ എന്തോ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നതാണ് നാഗേന്ദ്രനെ, അല്ലെങ്കിൽ നാഗേന്ദ്രൻ എന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചെന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് എന്നെ ഒന്നും പറയാൻ സമ്മതിക്കായിരുന്നേ. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ ആചാർ സാറെ, എല്ലാം കഴിഞ്ഞു പോയില്ലേ. ഒരുപക്ഷെ നാഗേന്ദ്രൻ പാവമായിരുന്നു. ഇവിടെ വില്ലത്തി ഉണ്ടല്ലോ, സാറിന്റെ അപ്പച്ചിയായിരുന്നു പറഞ്ഞു. അത് കേട്ടതും ആദർശ് പറഞ്ഞു, കാര്യം പറഞ്ഞ അയാൾ ശത്രുവൊക്കെ തന്നെയാണ് നാഗേന്ദ്രന്. പക്ഷെ എനിക്ക് അയാളുടെ സഹതാപം തോന്നുന്നുണ്ട്. അതിനിരട്ടിയായിട്ട് അപ്പച്ചിയോട് ദേഷ്യവും തോന്നുന്നുണ്ട്. അപ്പച്ചി ചെയ്ത ക്രൂരതയുടെ ഫലമായിരുന്നല്ലോ ഇതെല്ലാം എന്ന് ആദർശ് പറഞ്ഞു. ആദർശന് നല്ല ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു. പിന്നീട് ആദർശ് കമ്പനിയിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അജയൻ എവിടേക്ക് വന്നു. അജയൻ വന്നിട്ട് ചോദിച്ചു, നീ ഇത് എവിടെ പോയതായിരുന്നു? നിന്നെ കണ്ടില്ലോ കുറെ സമയമായിട്ട്. അതോ ഞാൻ ശങ്കരനങ്കളെ കാണാൻ പോയതായിരുന്നു. ശങ്കരനങ്കളോ? അതാരാ? അല്ല, കുറെ നാൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പണിക്കാരനില്ലേ? ഓ മനസ്സിലായി, ശങ്കരേട്ടന്. അല്ല, നീ എന്തിനാ ശങ്കരേട്ടനെ കാണാൻ പോയത്? അതെ, നാഗേന്ദ്രനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ട. നാഗേന്ദ്രനെ കുറിച്ചോ? ഇപ്പൊ എന്തിനാ നീ അയാളെ കുറിച്ച് അന്വേഷിക്കാൻ പോയത്? അത് പിന്നെ അയാളുടെ ശത്രുതയും പകയും അതൊക്കെ ഞാൻ അറിഞ്ഞ ആളല്ലേ. അപ്പൊ പിന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് അറിയണമായിരുന്നു. അയാൾക്ക് എന്തുകൊണ്ടാണ് അനന്തപുരിക്കാരോട് ഇത്ര ശത്രുതയെന്ന്. അപ്പൊ അത് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പോയതാ. എന്നിട്ട് അറിഞ്ഞോ? അറിഞ്ഞു. അയാള് ഇതിനകത്ത് നിരപരാധിയാന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞു. എടാ, അതൊക്കെ അയാൾ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ പറയുന്ന ശങ്കരനേട്ടൻ തെറ്റിദ്ധരിപ്പിച്ചല്ലേ. ശങ്കരേട്ടൻ അത് നിന്നോടെല്ലാം പറഞ്ഞു കാണുമല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അന്നത്തെ ആ സംഭവം ജ്വല്ലറിന്ന് പുറത്താക്കാനുള്ള കാരണം ഞാൻ അറിഞ്ഞു. പക്ഷേങ്കില് വീട്ടിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും മുത്തശ്ശൻ പുറത്താക്കിയത്? സാധാരണഗതിയിൽ ഇതിനേക്കാളും വലിയ തെറ്റൊക്കെ അബിയൊക്കെ എത്രയോ വട്ടങ്ങൾ ചെയ്തിട്ടുണ്ട്. അബിയുടെ അമ്മയൊക്കെ. പക്ഷേങ്കില് മുത്തശ്ശൻ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല അങ്ങനെ. പക്ഷേങ്കില് ഈ പറയുന്ന നാഗേന്ദ്രനെ പുറത്താക്കി. അതിന് കാരണം എന്താ? എന്തേലും ഒരു കാരണമില്ല മുത്തശ്ശൻ എന്താണെന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കത്തില്ലല്ലോ. മുത്തശ്ശൻ അങ്ങനെ ഒരു കാരണമില്ലാതെ. അത് മാത്രമല്ല, അപ്പച്ചയ്ക്ക് 2 പിള്ളേരും കൂടെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നാഗേന്ദ്രനെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, അത് ഇളയച്ചൻ അറിയാമോന്ന് ചോദിച്ചു. എനിക്കോ? അതെ, ഇളയച്ചൻ അറിയായിരിക്കും. ഒരു കാരണമില്ലാതെ മുത്തശ്ശൻ അങ്ങനെ പുറത്താക്കില്ലെന്ന്. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയില്ലടാ. അതെന്താ ഇളയച്ചൻ അറിയില്ലാത്തെ? എന്താണെങ്കിലും നാഗേന്ദ്രന് ഈ പറയുന്ന ശങ്കരനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിപ്പിക്കുക. അയാൾ അത്ര ശരിയായിട്ടുള്ള ആളൊന്നും അല്ല. ഈ പറയുന്ന അയാളുടെ കള്ളത്തരം കാരണം അയാൾക്ക് വീട് വിട്ടു പോകേണ്ട വന്നത്. ജലജ അയാൾ വിളിച്ചു. പക്ഷേങ്കില് ജലജ അയാളോടൊപ്പം പോയില്ല. ആ ഒരു തെറ്റ് മാത്രമേ ജലജ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിലൊന്ന് ഓർത്തു നോക്കി, അയാള് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ പുറത്തു പോകുമോ? അയാൾ എല്ലാരും കൂടെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുക. നീ അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിന്റെ പിന്നാലെ നീ നടക്കുമൊന്നും വേണ്ട. എങ്ങാനും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഗേന്ദ്രന്റെ പേര് കേൾക്കുന്ന പോലും അച്ഛന് ഇഷ്ടമില്ല. പിന്നെ നിന്നോട് ദേഷ്യമായിരിക്കും അച്ഛന്. അതുകൊണ്ട് നീ ഇതിന്റെ പിന്നാലെ അന്വേഷണമായിട്ട് നടക്കണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, നാഗേന്ദ്രനെ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള സത്യം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും ചെറിയച്ച. നമ്മുടെ മനസ്സിലൊരു കരട് കയറിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനും നമ്മൾ ശ്രമിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന അപ്പച്ചിക്കും അബിക്കും ഒക്കെ. കാരണം അവര് വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ട് അവരെ ഒന്നും പുറത്താക്കിയിട്ടില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും അന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതെ, 10-25 വർഷക്കാലം മുമ്പ് നടന്ന കാര്യമല്ലേ. നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് അത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ മനസ്സിൽ അത് ചോദ്യചിഹ്നമായിട്ട് കിടക്കുക. എപ്പോഴാണെങ്കിലും എനിക്ക് അതിന് ഉത്തരം കിട്ടിയേ മതിയാവുള്ളൂ. അത് കേട്ടത് അജയൻ പറഞ്ഞു, എന്താണെങ്കിലും എനിക്കറിയത്തില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യ എന്നും പറഞ്ഞുകൊണ്ട് അജയൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇതേ സമയത്ത് നന്ദുവിനെ കാണാനായിട്ട് നവീന് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, ഓ ഇനി എന്നെ വിമർശിക്കാൻ വേണ്ടി വന്നതായിരിക്കും നവീനേട്ടനല്ലേ നടന്ന സംഭവങ്ങളൊക്കെ. അതൊന്നും അല്ല. അല്ല നന്ദു, എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ല, അനിയുടെ കാര്യത്തിൽ അവനും കൂടെ ചേർന്നിട്ടാണോ ഈ വിവാഹം മുടക്കാനായിട്ട്? അവന് അവന്തിയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണോന്ന്? അങ്ങനൊന്നും അനി ചെയ്യത്തില്ല. പിന്നെ നവീനേണ്ണ അറിയാലോ, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനൊരു ആക്ഷൻ എടുത്തല്ലേ മതിയാവുള്ളൂ. നന്ദു, അങ്ങനെ ഒരു പരാതി കിട്ടി ഉടനെ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതല്ല നവീനേട്ടാ, അങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് ചോദിച്ചില്ലെങ്കിൽ അറിയാലോ, ഇനി കുടുംബ കോടതി കൂടുന്ന സമയത്ത് അത് കോടതി വലിയ പ്രശ്നമായിട്ട് വരികയും ചെയ്യും. അത് നവീനേണ്ണ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നവീൻ പറഞ്ഞു,
എന്റെ മനസ്സിലെ വിചാരം ഇനിയിപ്പോ നന്ദു അനിയും കൂടെ ചേർന്നിട്ടുള്ള പ്ലാൻ ആയിരിക്കും. ഏയ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യാനൊന്നും കൂട്ട് തന്നിട്ടില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് നവീൻ പറഞ്ഞു, ആ അതെന്തേലും ആട്ടെ, ആ വിഷയം വിടാൻ പറഞ്ഞു. പിന്നെ എന്റെ വീട്ടില് എന്റെ അമ്മ ഇച്ചിരി അയഞ്ഞിട്ടുണ്ട്, എന്റെ മുത്തച്ഛൻ എല്ലാരും കൂടെ പറഞ്ഞിട്ട്. ആണോ? അതെ, തൻ്റെ അവിടെ ഉള്ള പെൺകുട്ടിയെ കിട്ടിയ കുഴപ്പമില്ലെന്നായിട്ടുണ്ട്. അടുത്ത ദിവസം അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് പോകുന്നതിനിപ്പുറം എന്റെ കല്യാണം നടത്താൻ അവരുടെ തീരുമാനം. ആഹാ, എളുപ്പമല്ലോ. അപ്പൊ പിന്നെ നവീനേന്റെ മനസ്സിലുള്ള പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞുകൂടെ? അതെ, എനിക്ക് അവളെ കുറിച്ച് പറയണം. പക്ഷെ അതിനു മുമ്പ് അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ. എങ്കിൽ പിന്നെ നവീനേണ്ട എന്താ അമാദിക്കുന്നെ? ഒരു കാര്യം ചെയ്യാം, നവീനേണ്ട ഒപ്പം ഞാനും കൂടെ വരാം, ആ പെൺകുട്ടിയെ കാണാനായിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, ഈ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്ദു എന്ന് പറഞ്ഞു. അതെന്താ? ആ പെൺകുട്ടിയെ കാണാനായിട്ടെ നന്ദു വരേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദു ചോദിച്ചു, അതെന്താ നവീനേട്ടാ ഞാൻ വരണ്ടെന്ന് പറഞ്ഞേ? അപ്പോഴാണ് നവീൻ ആ കാര്യങ്ങൾ പറയണേ. നന്ദുവിനറിയാലോ, നന്ദു നന്ദുവിനെ മുമ്പ് തൊട്ട് എനിക്കറിയാം. നന്ദു ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കാരണം നമുക്ക് പരിചയമുള്ള ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നല്ലതെന്ന്. അതുപോലെ തന്നെ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നേ. പലപ്പോഴും നന്ദുവിനോട് അടുക്കും തോറും എൻ്റെ മനസ്സിൽ ഇഷ്ടം കൂടിക്കൂടി വരുമായിരുന്നു. പെട്ടെന്ന് നന്ദു ഓർത്തു, നവീനന്റെ പോക്ക് എങ്ങോട്ടാ എന്നൊരു ചിന്ത നന്ദുവിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് നവീൻ പറഞ്ഞു, അങ്ങനെയുള്ള ചിന്ത ഇടയ്ക്കിടയ്ക്ക് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് എപ്പോഴും ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി നന്ദുവിനെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന്, അത് എൻ്റെ മുന്നിലിരിക്കുന്ന നന്ദുവാന്ന് പറഞ്ഞു. ഒരു നിമിഷം നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു പ്രഹരമായിരുന്നു നന്ദുവിന്റെ മനസ്സിലായിട്ട് അത്. നന്ദു, ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം അതിന് മാത്രം കുറ്റം കുറവുള്ള ചെറുപ്പക്കാരനല്ല ഞാൻ. ഇഷ്ടമില്ല എന്ന് മാത്രം നന്ദു പറയരുത്, അത് മാത്രം എനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അത് പിന്നെ നവീനേട്ടാ ഞാൻ വേണ്ട, ഇനിയിപ്പം നന്ദു കൂടുതലൊന്നും പറയണ്ട. പിന്നെ ഈ കാര്യം ഞാൻ നന്ദുവിനോട് നേരത്തെ പറഞ്ഞില്ല, ശരിയാ. പക്ഷെ ഈ കാര്യം ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതോടെ കേട്ട് ഇനിയിപ്പോൾ നന്ദുവിനത് വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഈ കാര്യങ്ങൾ അറിയായിരുന്നോ എന്നൊരു ചിന്ത. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതുപോലെ തന്നെ വേദയുടെയും വിക്രത്തിന്റെ വിശേഷങ്ങൾ ഇന്നോട്ട് തുടങ്ങുകയാണ്. അപ്പം ആ വിശേഷങ്ങൾ ഞാൻ ഡെയിലി സ്റ്റോറി എന്ന എന്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ കഥകളൊക്കെ ഞാൻ ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അത് കയറി കാണുകയും ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.